കൊട്ടിയൂർ ക്ഷേത്രത്തിന് നേരെ ആസൂത്രിത നീക്കം. ഇല്ലാത്ത ആചാരത്തിന്റെ പേരിൽ അവകാശവാദവുമായി മുസ്ലിം കുടുംബം. ബാവലിക്കെട്ട് എന്ന പേരിൽ ഇല്ലാത്ത ആചാരം ഉണ്ടെന്ന് വരുത്താനാണ് ശ്രമം. കൊട്ടിയൂർ ദേവസ്വം അറിയാതെയാണ് കുടുംബത്തിന്റെ ഈ നീക്കം. ആചാരം നടത്തിപ്പിന് മുസ്ലിം കുടുംബത്തിന് അവകാശമില്ലെന്നിരിക്കെയാണ് ഈ നീക്കം. സംഭവത്തിൽ നിയമ നടപടിയുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. സാമുദായിക സ്പർദ്ധയുണ്ടാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുവെന്നാണ് ആരോപണം. ഇങ്ങനെയൊരു മുസ്ലിം സമുദായത്തിന് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ യാതൊരു ചടങ്ങിലും ഒരു പ്രാധാന്യവുമില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെയിരിക്കെ ദുരുദ്ദേശപരമായി ഈ ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ മഹിമ താഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിനെതിരെ നിയമപരമായ നടപടികൾ ദേവസ്വം സ്വീകരിക്കുന്നതാണ്. നമ്മുടെ പുഴയിൽ പോവുകയും ആ പുഴയിൽ 2 കല്ലെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ആ 2 കല്ലെടുത്ത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. അങ്ങനെ 3-4 പേര് വീഡിയോ അത് പകർത്തി സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് ഇത് ചടങ്ങാണ് എന്നും മുസ്ലിം സമുദായത്തിന് ശബരിമലയിലെ വാവര് പള്ളിയുള്ളതുപോലെ കൊട്ടിയൂർ അമ്പലത്തിൽ വാവലിക്കെട്ട് ചടങ്ങുണ്ട് എന്ന് ഉള്ള രീതിയിലുള്ള വ്യാഖ്യാനം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും ദേവസ്വത്തിന് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. ഇത് ദേവസ്വം. മിഥുനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. മിഥുൻ, ശരിക്കും എന്താണ് സംഭവം? അതായത് കൊട്ടിയൂർ എന്നത് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ്. അവിടെ മുസ്ലിം കുടുംബത്തിന് എന്താണ് കാര്യം? അവരെന്ത് ആചാരം നടത്തിയിട്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത്? ഗൗതം, നമുക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇപ്പോൾ വൈശാഖ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 27 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. കഴിഞ്ഞ വർഷം ഏതാണ്ട് ലക്ഷക്കണക്കിന് 50 ലക്ഷത്തോളം ആളുകൾ അവിടെ ദർശനത്തിന് വന്നു എന്നടക്കമുള്ള വലിയ കണക്കുകളുണ്ട്. അത്രയേറെ ഭക്തർ എത്തുന്നൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വ്യാജ അവകാശവാദവുമായി ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കുടുംബം, ഒരു മുസ്ലിം കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് കൊട്ടിയൂർ ക്ഷേത്രത്തിനെതിരെയുള്ള ആസൂത്രിത നീക്കമാണ് എന്നൊരു വിമർശനവുമായിട്ടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത്, ഈ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് സ്വാഭാവികമായും ബാവലിപ്പുഴ കടന്നു വേണം ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുവാൻ വേണ്ടി. അപ്പോൾ ബാവലിപ്പുഴയിൽ വെള്ളമില്ലെങ്കിൽ അവിടെ ബണ്ട് കെട്ടുന്നൊരു രീതിയുണ്ട്. അത് കാലങ്ങളായി ദേവസ്വം ബോർഡ് കരാർ കൊടുത്തുകൊണ്ടാണ് ആ ബണ്ട് കെട്ടുന്നൊരു രീതിയുള്ളത്. പക്ഷേ ഈ വൈശാഖ മഹോത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു കർണാടകയിൽ നിന്നുള്ള ഷാഹിദ് തെക്കീൽ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളും കൂടി വന്ന് തങ്ങൾക്ക് പാരമ്പര്യമായി അത് തുടക്കഘട്ടത്തിൽ ദേവസ്വം ബോർഡിനോട് ഇക്കാര്യങ്ങളൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ല. അവർ ആദ്യം വന്നു. ഈ ഷാഹിദ് തെക്കീൽ എന്ന് പറയുന്ന വ്യക്തി മിനിസ്റ്റീരിയൽ അവകാശമുള്ള ഒരാളാണ് കർണാടക മന്ത്രിസഭയിൽ. അദ്ദേഹം ഈ മിനിമം വേജ് ബോർഡിൻ്റെ ഒക്കെ ചെയർമാൻ ചുമതലയൊക്കെ വഹിക്കുന്ന ആളാണ്. അദ്ദേഹം കുറച്ച് ആളുകളുമായി വരുന്നു, ക്ഷേത്രം ഭാരവാഹികളെ കണ്ടു. പക്ഷേ എന്ത് ഉദ്ദേശത്തിൻ്റെ പുറത്താണ് ഇവർ വന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികളോട് പറയുന്നില്ല. തൊട്ടു പിന്നാലെ ഈ ബാവലി പുഴയിൽ ഇറങ്ങി കുറച്ച് കല്ലുകൾ എടുത്ത് അവിടെ വെച്ച് ഒരു വീഡിയോ പകർത്തുന്നു. ആ വീഡിയോ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അതിഭീകരമായ രീതിയിൽ വൈറലായി പ്രചരിക്കുന്നു. അതിങ്ങനെയായിരുന്നു. ഈ ബാവലിപ്പുഴയിൽ വൈശാഖ മഹോത്സവത്തിന് മുൻപായി ബാവലിക്കെട്ട് എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് കല്ലെടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ആ ബാവലിക്കെട്ട് നടത്താനുള്ള അവകാശം തങ്ങൾക്കുണ്ട്, തങ്ങളുടെ കുടുംബത്തിനാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നൊരു സാഹചര്യം. ഈ വീഡിയോ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു സംഭവം അവർ അവിടെ നടത്തിയെന്ന് ദേവസ്വം ബോർഡ് പോലും അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനവുമായി ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, കൊട്ടിയൂർ ദേവസ്വം ബോർഡിൻ്റെ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ തിട്ടയിൽ നാരായണൻ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രവൃത്തി നടത്തിയെന്നൊരു വിമർശനമാണ് പ്രധാനമായി ഉയരുന്നത്. കാരണം യാതൊരു അവകാശവുമില്ല. അത് പൊടുന്നനെ എവിടെ നിന്നാണ് ഈ അവകാശമൊക്കെ പൊന്തി വരുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഇതുവരെ ഇല്ലാതിരുന്ന ഒരു അവകാശം, ആ ബാവലിക്കെട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് നിർവഹിക്കാൻ തങ്ങളുടെ കുടുംബത്തിനാണ് അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഷാഹിദ് തെക്കീൽ എന്ന് പറയുന്ന ആ കർണാടക സ്വദേശി അവിടെ എത്തുന്നു.
എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ ദർശന കാലഘട്ടം മുതലാണ് ഈ കർണാടകയിൽ നിന്നുള്ള ഭക്തർ ധാരാളമായി അങ്ങോട്ടേക്ക് വന്നത്. കർണാടകയിൽ വളരെ വലിയ തോതിൽ ഇതിന് പ്രചാരം കിട്ടിയത് ഈ കഴിഞ്ഞ തീർത്ഥാടന കാലം മുതലാണ്. ആ സമയത്താണ് ഇപ്രാവശ്യവും ധാരാളം കർണാടക സ്വദേശികളായ ഭക്തർ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം കൃത്യമായി മുതലെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു കുടുംബം, കർണാടകയിൽ നിന്നുള്ളൊരു മുസ്ലിം കുടുംബം തങ്ങൾക്കിങ്ങനെ ബാവലിക്കെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങ് നടത്താൻ അവകാശമുണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതേതായാലും ഈ സാമുദായിക സ്പർദ്ധയുണ്ടാക്കാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമായിട്ടാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഇതിനെതിരെ കൃത്യമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊട്ടിയൂർ ക്ഷേത്രമെന്ന് പറയുന്ന അവിടെ വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ ഹൈന്ദവ സമൂഹത്തിലെ ജാതി അതീതമായി എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങളുള്ളൊരു ക്ഷേത്രം കൂടിയാണ്. അവർ കൃത്യമായ ഡ്യൂട്ടികൾ, അതായത് ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട ഓരോ സമുദായവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവർക്ക് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ തിരുവഞ്ചിറയ്ക്ക് പുറത്തുള്ള ഓരോ കയ്യാലകളിലും അവകാശപ്പെട്ടവർക്കൊക്കെ സ്ഥാനവുമുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനിടയിലാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നത് പോലെ ശബരിമലയ്ക്ക് വാവർ എന്നുള്ള പോലെ കൊട്ടിയൂരിൽ ഒരു ബാവലിക്കെട്ടുണ്ട് എന്ന് വരുത്താനുള്ള ബോധപൂർവ ശ്രമം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത്. ഏതായാലും ഈ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള നീക്കത്തിനെതിരെ, അത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഇത് ദേവസ്വം ബോർഡ് അറിയാതെ ഇല്ലാത്ത അവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് വ്യാപകമായി പ്രചരിച്ച് കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പേര് കളങ്കപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കൊട്ടിയൂർ ദേവസ്വം തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, മിഥുൻ, അതായത് ഷാഹിദ് എന്ന ഒരു ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർണാടക സ്വദേശിയാണ്. അതായത് അടുത്ത കാലത്താണ് കർണാടകയിൽ നിന്നുള്ള ധാരാളം ഭക്തർ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു ചോദ്യം, കർണാടകയിൽ നിന്നും ഏതാണ്ട് 1-2 വർഷമായിട്ടേ ഉള്ളൂ ഈ ഭക്തരുടെ വലിയൊരു ഒഴുക്കുണ്ടാകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ മാത്രം പെട്ടെന്ന് കർണാടകയിൽ നിന്നൊരു മുസ്ലിം എത്തുന്നു, ഈ ക്ഷേത്രവുമായി മുസ്ലിം കുടുംബത്തിന് ബന്ധമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആകെ ഒരു ദുരൂഹത എന്തായാലും ഇതിൽ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല.